നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയാർന്ന ദിവസമാണ് കർക്കിടക വാവ് എന്ന് പറയുന്നത്. നമ്മളെ നമ്മളാക്കി തീർത്ത നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ പിതൃക്കന്മാർ സ്വർഗവാതിൽ മലർക്കെ തുറന്ന് തൻ്റെ പിന്മുറക്കാരെ കാണാനായി എത്തുന്ന പുണ്യ ദിവസമാണ് കർക്കിടക വാവ് എന്ന ദിവസം. നമുക്കറിയാം, നമുക്ക് എല്ലാ തരത്തിലും നല്ല ഒരു ജീവിതം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ പിതൃക്കന്മാരുടെ അനുഗ്രഹം കൂടിയേ തീരുള്ളൂ. പിതൃദോഷം എന്ന് പറയുന്നത് എത്രമാത്രം കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, എത്രമാത്രം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറഞ്ഞ് അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. അത്രമേൽ മോശപ്പെട്ട സാഹചര്യമായിരിക്കും പിതൃദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ തലത്തിലും വിജയത്തിൽ എത്തിച്ചേരാനും ഉയർച്ചയിൽ എത്തിച്ചേരാനും അതുപോലെ തന്നെ എല്ലാ സുഖസന്തോഷങ്ങളും അനുഭവിക്കാനുമുള്ള യോഗം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവണം. എന്നാൽ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് നമ്മൾ പിതൃക്കളെ പ്രീതിപ്പെടുത്തണം. എന്നാൽ മാത്രമേ അങ്ങനെ പിതൃക്കളെ നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം, അവർക്കായിട്ടും നമ്മൾ സമയം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കർക്കിടക വാവ് എന്ന് പറയുന്ന ഒരു ദിവസം മാത്രമല്ല നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടത്. അതിൻ്റെ മുന്നേയുള്ള ചില ദിവസങ്ങളും കൂടെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കർക്കിടക വാവിന് മുന്നേയുള്ള 3 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ദോഷഫലങ്ങളായിരിക്കും നൽകുന്നത്. അറിഞ്ഞോ അറിയാതെയോ, പലരും അറിയാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന കാര്യങ്ങൾ ഈ സമയങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പലർക്കും അറിയില്ല, അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും അത് നമുക്ക് ദോഷമായിട്ട് വന്നു ഭവിക്കും. അപ്പോൾ അതില്ലാതാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കർക്കിടക വാവിൻ്റെ 3 ദിവസം മുന്നേ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല, ഈ കാര്യങ്ങളൊക്കെയും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും ദുഃഖദുരിതങ്ങൾ ഉണ്ടാവാനും ഒക്കെ ഇത് കാരണമായി തീരും. അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾ നമ്മുടെ വീട്ടിൽ നിന്നും മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ചില വസ്തുക്കൾ ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ വീടിനുള്ളിൽ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതേതൊക്കെ വസ്തുക്കളാണ് എന്നതിനെക്കുറിച്ച് ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ടാവും. ഈ ഒരു കർക്കിടക വാവ് എടുക്കുന്ന സമയത്ത് പലരും വീടൊക്കെ ക്ലീൻ ചെയ്യുമെന്നല്ല, ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ബലിയൊക്കെ ഇടുന്ന സമയത്ത് എല്ലാ രീതിയിലും വ്രതശുദ്ധിയോടും അതുപോലെ തന്നെ വീടും പരിസരവും ഒക്കെ വളരെ വൃത്തിയോടും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന പൂർവികന്മാരുടെ, മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ വസ്തുക്കൾ ഈ ഒരു കർക്കിടക വാവ് സമയത്ത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്ത് കളയാറുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള വസ്തുക്കൾ കളയണം എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചില വസ്തുക്കൾ നമ്മൾ ഈ ചെരുപ്പ് പോലുള്ളവയൊന്നും സൂക്ഷിച്ചു വയ്ക്കാനേ പാടുള്ളതല്ല. ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അങ്ങനെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കർക്കിടക വാവിന് 3 ദിവസം മുന്നേ അത് കളയാനായിട്ട് ശ്രമിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ കർക്കിടക വാവ് ദിവസം കഴിഞ്ഞ്, അതായത് 24-ാം തീയതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വസ്തുക്കളൊക്കെയും കളയാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ദാനമായി നൽകാനോ അല്ലെങ്കിൽ നിങ്ങൾ കത്തിച്ച് കളയാനോ ഒക്കെ പാടുള്ളൂ. ഈ 3 ദിവസത്തിനുള്ളിൽ, അതായത് കർക്കിടക വാവില് വരുന്ന, വാവിനെ അടുപ്പിച്ച് വരുന്ന ഈ ഒരു 3 ദിവസങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങൾ പൂർവികരുടെ ഒരു വസ്തുക്കളും ഇതുപോലെ നശിപ്പിച്ച് കളയാനോ മറ്റൊരാൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അത് കത്തിച്ച് കളയാനോ ഒന്നും തന്നെ പാടുള്ളതല്ല. അത് ആഭരണമായാലും ചെരുപ്പായാലും വസ്ത്രങ്ങളായാലും ഒക്കെയും വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വസ്തുക്കൾ 24-ാം തീയതി കർക്കിടക വാവ് കഴിയുന്നത് വരെയെങ്കിലും ഒന്നും ചെയ്യാതെ അവിടെ തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്
നമ്മളെല്ലാവരും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നവരാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി ലേറ്റായിട്ട് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് മുടങ്ങിപ്പോകാറുണ്ട്. എന്നാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വാവെടുത്ത് നിൽക്കുന്നതിൻ്റെ 3 ദിവസം മുന്നേ വരെ, അതായത് ഇന്ന് മുതലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നത് മുടങ്ങാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നിലവിളക്ക് വീട്ടിൽ തെളിയിച്ചിരിക്കണം. നിങ്ങളുടെ പൂർവികര് നിങ്ങളെ കാണാനായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ എല്ലാ തരത്തിലും അവരെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഒരു തരത്തിലുള്ള അനിഷ്ടവും നിങ്ങളോട് തോന്നാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവരുടെ പ്രീതിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെയും പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ 24-ാം തീയതി വരെയുള്ള ദിവസം കടന്നു പോകാനായിട്ട്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ നേരിടുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യകാര്യത്തിൽ ഒരല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് ഈ കറുത്ത വാവ് അടുത്ത് വരുന്ന സമയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ദിവസം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരോ ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യകാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്ന സമയത്ത് വച്ച് നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കണ്ട് അതിനു വേണ്ട ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സ്വയം ചികിത്സ എന്ന് പറയുന്നത്. പലപ്പോഴും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ സ്വയം ചികിത്സ നടത്താറുണ്ട് അല്ലെ. നമ്മുടെ കയ്യിലുള്ള മരുന്നുകളും മറ്റും കഴിക്കുകയും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ചില മരുന്നുകൾ പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഈ ഒരു കർക്കിടക വാവ് കഴിയുന്നത് വരെയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യാതിരിക്കുക. വളരെയധികം ശ്രദ്ധയോടെ വളരെയധികം കെയറോടുകൂടി ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ വീടാകുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും കുട്ടികളായാലും ഒക്കെയും ചില പ്രശ്നങ്ങൾ, അതായത് ചില വഴക്ക് പറയലും അതുപോലെ തന്നെ ചില അസ്വാരസ്യങ്ങളൊക്കെയും ഉണ്ടാകാം. പക്ഷെ ഈ ഒരു സമയങ്ങളിൽ ഈ ഒരു കുറച്ച് ദിവസത്തേക്കെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയും വളരെ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ജീവിതം, നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക നിങ്ങളുടെ കുടുംബത്തിൽ. ഇതും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ പൂർവികർ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നല്ല ഒരു അന്തരീക്ഷമല്ല ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരിലും അതൊരു സങ്കടമായിരിക്കും, അല്ലെങ്കിൽ അവരിലും അതൊരു വേദനയായിരിക്കും ഉണ്ടാക്കുന്നത്. അങ്ങനെ അവരുടെ കണ്ണ് നിറയാൻ ഇടയായി കഴിഞ്ഞാൽ അത് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുക എന്നത് നമുക്ക് പോലും പറയാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വീട്ടിലെ വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കറുത്തവാവ് അടുത്തിരിക്കുന്ന ഈ ഒരു 3 ദിവസങ്ങളിലും ഒരു കാരണവശാലും ഭക്ഷണം വേസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഈ ഒരു വാവ് അടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം വേസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സർവനാശമാണ് ഇതിൻ്റെ ഫലമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു വാവ് അടുത്തിരിക്കുന്ന സമയത്തെങ്കിലും ഭക്ഷണം നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം പാചകം ചെയ്യുക. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പല വീടുകളിലും മരണപ്പെട്ട ആളുകളുടെ ഫോട്ടോ സൂക്ഷിക്കാറുണ്ട് അല്ലേ. അങ്ങനെ സൂക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. പക്ഷെ അത് ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാറാല പിടിച്ച് കിടക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക, അങ്ങനെയൊന്നും ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. ഇനി നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ നിങ്ങളുടെ പൂർവികരുടെ ഫോട്ടോ ഈ പറഞ്ഞതുപോലെ മാറാല പിടിച്ചോ പൊടി പിടിച്ചോ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസങ്ങളിൽ തന്നെ കറുത്തവാവിന് മുന്നേ ആയിട്ട് നിങ്ങളത് വൃത്തിയായി എടുത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി നിങ്ങൾ എവിടെയാണോ വയ്ക്കുന്നത് ആ ഒരു സ്ഥാനത്ത് കൃത്യമായിട്ട് സൂക്ഷിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാവെടുത്തിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നഖം വെട്ടാനോ മുടി വെട്ടാനോ പാടുള്ളതല്ല. അപ്പോൾ അതിനു മുന്നേ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് വയ്ക്കുക. ശേഷം വാവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീണ്ടും നിങ്ങളിത് ചെയ്യാനായിട്ട് പാടുള്ളൂ. പലരും വാവിൻ്റെ ദിവസമൊക്കെ ഈ മുടി മുറിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. ഇതൊക്കെയും ദോഷങ്ങളെ വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും അറിയാതെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമുക്ക് താങ്ങാവുന്നതിലും അധികമായിരിക്കും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലേക്ക് പുതിയ വസ്തുക്കൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറ്റിയ സമയമല്ല ഇത് എന്നതൊന്ന് തിരിച്ചറിയുക.
പുതിയ വസ്തുക്കൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ, വാഹനങ്ങൾ വാങ്ങിക്കുന്നത്, അതുപോലെ തന്നെ ആഭരണങ്ങൾ വാങ്ങിക്കുന്നത്, വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നത്, ഇലക്ട്രോണിക്സ് ഐറ്റംസ് വാങ്ങിക്കുന്നത്, ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും തന്നെ ഈ ഒരു 3 ദിവസങ്ങളിൽ നിങ്ങൾ വാങ്ങാനായിട്ട് പാടുള്ളതല്ല. കറുത്തവാവിന് ശേഷമുള്ള ദിവസങ്ങളിൽ മറ്റേത് ദിവസവും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ വാവിനടുത്ത് വരുന്ന 3 ദിവസങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇരുമ്പിന്റെ വസ്തുക്കൾ, ലോഹത്തിന്റെ വസ്തുക്കൾ ഒന്നും തന്നെ കൈമാറ്റം ചെയ്യാനോ വാങ്ങിച്ചു കൊണ്ടുവരാനോ ഒന്നും ഉചിതമായിട്ടുള്ള സമയമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു 3 ദിവസം അങ്ങ് ഒഴിവാക്കുക. ശേഷം കറുത്ത വാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ ദോഷങ്ങൾ വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും എല്ലാവരും ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും കറുത്തവാവിന് മുന്നേയുള്ള ഇനി വരുന്ന 3 ദിവസങ്ങളിൽ ചെയ്യാതിരിക്കുക. 24-ാം തീയതി കഴിയുന്നത് വരെ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.